പല വഴിക്കോ കോൺഗ്രസ് നേതൃത്വം എന്നതാണ് ചോദ്യം. പല വഴിക്ക് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എന്നാണ് എൻ്റെയും ടേക്ക്. ഏതൊക്കെയാണ് നോക്കൂ. നേതൃത്വത്തിലൊരു തർക്കമുണ്ട്. KPCC പ്രസിഡന്റ് ആരാകണം? അടുത്ത നേതൃമാറ്റം വരുന്ന സമയത്ത്, പുനഃസംഘടന വരുന്ന സമയത്ത് ആരായിരിക്കണം KPCC അധ്യക്ഷനാകേണ്ടത്? ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് എന്താ? KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒഴിയാൻ തയ്യാറാണ്, അതിലങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ ഞാൻ തയ്യാറൊന്നുമല്ല. പക്ഷേ അദ്ദേഹം രഹസ്യമായി പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ ഒറ്റയ്ക്ക് അപമാനിച്ച് നിങ്ങൾ പുറത്താക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ VD സതീശനെയും കൊണ്ടേ പോകൂ. ഇതാണ് സുധാകരൻ്റെ ഉള്ളിലെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ലീഡർഷിപ്പ് ക്രൈസിസ്, എനിക്ക് ലീഡർഷിപ്പ് ലയബിലിറ്റി എന്നൊരു വാക്ക് ഷാഫി പറമ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഞാനും കണക്കാക്കുന്നത് ഒരു ലീഡർഷിപ്പ് ലയബിലിറ്റി കോൺഗ്രസ് നേരിടുന്നു എന്നുള്ളതാണ്. ആ ലീഡർഷിപ്പ് ലയബിലിറ്റി ഏതൊക്കെ തട്ടിലാണെന്ന് നോക്കൂ. ഒന്ന്, KPCC നയിക്കാൻ ആര് വരണം? ഒരു തീരുമാനമില്ല. ഇപ്പോൾ ദീപാദാസ് മുൻഷി ഓരോ നേതാക്കളോടും നേരിട്ട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. അതിൽ നിന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞതറിയോ? ദീപാദാസ് മുൻഷിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കും ഒരുമിച്ച് സംസാരിക്കാതെ ഓരോ നേതാക്കളെയായി സംസാരിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ KPCC അധ്യക്ഷനാണ് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ഒരു ACC ജനറൽ സെക്രട്ടറി ലീഡർഷിപ്പുകൾ ഓരോ ലീഡേഴ്സുമായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചിട്ടാണ് ഇവിടെ സംസ്ഥാനത്ത് ആരായിരിക്കണം KPCCയുടെ തലപ്പത്ത് വരേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ KPCCയുടെ പുനഃസംഘടന ഉണ്ടാകണമെന്നും അവിടേക്ക് സംസ്ഥാന അധ്യക്ഷനായി ആരെ പരിഗണിക്കണമെന്നുള്ളതാണ് ചോദ്യം. കനകോലു ഒരു പേര് വെച്ചിരിക്കുന്നു. ആ കനകോലുവിൻ്റെ പേരിൽ 4, 5, 6 പേരുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പേര് വിവരം, അതിൽ റോജി എം ജോൺ ഒഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാനതിന് പാകതയായിട്ടില്ല എന്ന് വളരെ കൃത്യമായി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ബെന്നി ബെഹനാൻ്റെ പേര് പറയുന്നു. ഇനി അത് ഈഴവ സമുദായത്തെ പ്രതിനിധീകരിച്ചാണെങ്കിൽ അടൂർ പ്രകാശിൻ്റെ പേര് പറയുന്നു. ഇനി പിന്നാക്ക വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് വരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ സമുദായ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആര് വരണമെന്ന് കനകോലു ഒരു കണക്ക് മുന്നോട്ട് വയ്ക്കുന്നു. കനകോലുവിൻ്റെ ഒരു ഫോർമുലയുണ്ട്. അതിൽ കൊടിക്കുന്നിൽ സുരേഷുണ്ട്, അടൂർ പ്രകാശുണ്ട്, ബെന്നി ബെഹനാനുണ്ട്, റോജി എം ജോൺ ഉണ്ട്. ഈ നേതാക്കളുടെ പേരൊക്കെ അതിൽ പരാമർശിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് KPCC അധ്യക്ഷനായി താൻ തുടരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും താൻ തന്നെ തുടരണമെന്നുള്ള ആഗ്രഹം KPCC അധ്യക്ഷനുണ്ട്. അദ്ദേഹത്തിന് പിന്തുണയുമായി രമേശ് ചെന്നിത്തലയുണ്ട്, പ്രവർത്തക സമിതി അംഗം ശശി തരൂരുമുണ്ട്. അപ്പോൾ സംഘടനയുടെ തലപ്പത്ത് പുനഃസംഘടനയിൽ ആര് വരണമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല. ഒരു ACC ജനറൽ സെക്രട്ടറിക്ക് പല നേതാക്കളുമായി സംസാരിച്ച് ഒരു സമവായത്തിലേക്ക് എത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ദുരവസ്ഥയാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഇനി രണ്ടാമത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രാഷ്ട്രീയകാര്യ സമിതിയിൽ നടന്ന സംഭവം ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രം ദ സോഴ്സസ്, കോൺഗ്രസിനുള്ളിൽ നിന്ന്, രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുത്തവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, യഥാർത്ഥത്തിൽ VD സതീശൻ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഒരു സർവേ ആയിരുന്നില്ല. നമ്മളൊക്കെ ഇന്ന് രഹസ്യ സർവേ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സർവേ അതിൻ്റെ പൂർണ്ണമായ സ്വഭാവ സവിശേഷതകളോടുകൂടി നടന്നിട്ടില്ല. ഓരോ സ്ഥലത്തും പോയി ഇത്രയധികം സാമ്പിളുകളെ, ഇത്രയധികം ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, ഇത്രയധികം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി ഒരു ക്വസ്റ്റ്യനെയറുമായി പോയി സമീപിച്ചിട്ടൊന്നുമില്ല. പകരം ഒരു റിസൾട്ട് അനാലിസിസ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. VD സതീശൻ കഴിഞ്ഞ തവണയും ചെയ്തതാ. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇതേപോലെ റിസൾട്ട് അനാലിസിസ് നടത്തിയിരുന്നു. പാലക്കാടും ചേലക്കരയെ പരാജയപ്പെട്ടു, പക്ഷേ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. അപ്പോൾ റിസൾട്ട് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളെയും VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇലക്ഷൻ ടീം യഥാർത്ഥത്തിൽ ചെയ്തത് 3 ക്ലാസിഫൈ ചെയ്തു. A, B, C എന്നിങ്ങനെ 3 വർഗീകരണം നടത്തി. എയിൽ ഇപ്പോഴുള്ള 21 സിറ്റിംഗ് സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നിശ്ചയമായും വിജയിക്കുമെന്നുള്ളതാണ് VD സതീശൻ്റെ കണക്കുകൂട്ടൽ. അതിൽ വലിയ ആശങ്ക വേണ്ടതില്ല. അപ്പോൾ കൂടുതൽ ഫോക്കസ് ആവശ്യമുള്ളത് B കാറ്റഗറിയിലാണ്. C എന്നുള്ളത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള LDFന് വലിയ ലീഡ് കൊടുത്തിരിക്കുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളെ തിരിച്ചുപിടിക്കണമെങ്കിൽ പ്രത്യേകം സ്ട്രാറ്റജി വേണം. അപ്പോൾ A ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന 21 മണ്ഡലങ്ങളും B ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന 42 മണ്ഡലങ്ങളിലും പ്രത്യേകം സ്ട്രാറ്റജി വേണം. ഇനി C ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന LDFിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ LDFന് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ മറ്റൊരു പുതിയ സ്ട്രാറ്റജി വേണം. ഇതാണ് യഥാർത്ഥത്തിൽ VD സതീശൻ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. എന്നിട്ട് VD സതീശൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ? പറഞ്ഞു വന്നത് ഇത്രയാണ്: നിലവിൽ നമുക്ക് 63 സീറ്റുകളിൽ വിജയസാധ്യതയുള്ളതായി മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് APL കുമാർ ഇടപെട്ടത്. ഇത് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി? നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് ഇടപെട്ടത്? നിങ്ങൾക്ക് സർവേ നടത്താനാണ് അധികാരം നൽകിയത്. കാര്യം രമേശ് ചെന്നിത്തല ഇന്ന് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് ഒരു സർവേ നടത്തുന്നുണ്ടെങ്കിൽ അത് ACC ആണ് സർവേ നടത്തുക. ACC വർഷാവർഷം ഇവിടെ സർവേ നടത്താറുണ്ട്. മാത്രവുമല്ല അടിക്കടി അതിനുള്ള ഏജൻസികളെ മാറ്റിക്കൊണ്ടും പല ഏജൻസികളെ ഏൽപ്പിച്ചുമാണ്. കേരളത്തിൽ ഇതിപ്പോൾ നടത്തുന്നത് കനകോലുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ACC ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ടീമാണ് കേരളത്തിൽ സർവേ നടത്തുന്നത്. സർവേ നടത്തി അത്തരം സാധ്യത കണ്ടെത്തേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സർവേയെക്കുറിച്ച് ACC ആലോചിച്ചിട്ടില്ല. ആ ഘട്ടത്തിലാണ് റിസൾട്ട് അനാലിസിസുമായിട്ട് ഒരു പ്രഡിക്ഷനുമായിട്ട് അദ്ദേഹം വരുന്നത്. പക്ഷേ അതിന് പിന്നിൽ ഒരു വലിയ സ്ട്രാറ്റജി ഉണ്ട്. ഞാൻ ആ പ്ലാൻ കേട്ടു.
ആ പ്ലാൻ കേട്ടപ്പോൾ എനിക്കത് വളരെ മനോഹരമായ ഒരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ? ഇപ്പോൾ ബി ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലേക്ക് പ്രത്യേക ചുമതല നൽകണം. ആർക്കാണ് ചുമതല നൽകേണ്ടത്? ഒന്ന്, ആ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭയിലെ എം പിമാരുണ്ടെങ്കിൽ ആ എം പിമാരുടെ നേതൃത്വത്തിലായിരിക്കണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടേണ്ടത്. 2 തരത്തിലുള്ള ഓഫീസുകൾ അവിടെ തുറക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന്, അതൊരു സാമൂഹിക മാധ്യമങ്ങളെ, സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കത്തക്ക രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണത്തിനു വേണ്ടിയിട്ട് ഒരു ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി കമ്മ്യൂണിക്കേഷൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് പ്രവർത്തിക്കണം. മറ്റൊന്ന്, രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി മറ്റൊരു ഓഫീസ്, അതാണ് വാർ റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാർ റൂമും ഒരു സോഷ്യൽ മീഡിയ റൂമും, അത് 2 കെട്ടിടങ്ങളിൽ ഓരോ മണ്ഡലത്തിലും പ്രവർത്തിച്ചുകൊണ്ട് അടുത്ത ഓഗസ്റ്റ് മാസത്തിന് മുമ്പ് സ്ഥാനാർത്ഥികളിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു വലിയ പ്രചരണമാണ്, ഒരു വലിയ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ മുൻകൂട്ടി കണ്ടത്. അതൊരു വലിയ സ്ട്രാറ്റജിയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് നേരിടാനുള്ള ഒരു വലിയ പ്ലാനിംഗ് ആയിരുന്നു അത്. ആ പ്ലാനിംഗ് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വി ഡി സതീശൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴേക്കും എ പി അനിൽകുമാറും ശൂനാട് രാജശേഖരനും അത് തടസ്സപ്പെടുത്തുന്നു. എ പി അനിൽകുമാർ പറയുന്നു അതൊക്കെ തീരുമാനിക്കും. അപ്പോൾ കെ സി വേണുഗോപാൽ പറയുന്നുണ്ട് അത് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും AICC കൂടി തീരുമാനിച്ച് നമുക്കത് നടപ്പിലാക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് കെ സി വേണുഗോപാൽ പറയുന്നത്. പക്ഷേ പറഞ്ഞതിൻ്റെ ധ്വനി മറ്റൊന്നാണെങ്കിൽ പോലും നിലവിൽ ഈ പ്ലാനിനെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയകാര്യ സമിതിയിൽ അട്ടിമറിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച പദ്ധതി അഥവാ സ്ട്രാറ്റജിയെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിനൊരു ഉദ്ദേശശുദ്ധിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പ്രശ്നം വി ഡി സതീശൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ സംസാരിച്ച പല കോൺഗ്രസ് നേതാക്കളും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വി ഡി സതീശൻ ഒരു നല്ല ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു ഇലക്ഷൻ മാനേജർ കൂടിയാണ് വി ഡി സതീശൻ. ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്, ഇലക്ഷൻ മാനേജറുമാണ്. പക്ഷേ വി ഡി സതീശൻ്റെ പ്രശ്നം ഇന്നേവരെ കോൺഗ്രസിൻ്റെ ധാരയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ധാർഷ്ട്യം, ഒരു ആറ്റിറ്റ്യൂഡ്, അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തലയ്ക്ക് മൗനമായി പിന്തുണ നൽകുന്ന ആളുകളെ ഒന്ന് എടുത്ത് നോക്കൂ. ഒരു ഭാഗത്ത് ശശി തരൂരുണ്ട്, ഒരു ഭാഗത്ത് ബെന്നി ബെഹനാനുണ്ട്, ഒരു ഭാഗത്ത് കെ സി ജോസഫുണ്ട്, മറുഭാഗത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, ഇവരെ കെ സുധാകരനുണ്ട്. അപ്പോൾ ഒരു കാലത്ത് എ ഗ്രൂപ്പിലും ഐ ഗ്രൂപ്പിലുമായി നിന്നവരെല്ലാവരും രമേശ് ചെന്നിത്തലയുടെ പിന്നിൽ മൗനസമ്മതത്തോടു കൂടി നിൽക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഈ മുതിർന്ന നേതാക്കൾക്ക് കോൺഫിഡൻസ് ഉള്ളത് രമേശ് ചെന്നിത്തലയുമായിട്ടാണ്, ഈ പറയുന്ന വി ഡി സതീശനുമായിട്ടല്ല. അപ്പോൾ വി ഡി സതീശൻ്റെ ആറ്റിറ്റ്യൂഡ് പല നേതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതേസമയം വി ഡി സതീശൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി കോൺഗ്രസിന് ആവശ്യമാണ് താനും. പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ AICCക്ക് കഴിയുന്നുമില്ല. അവിടെയാണ് AICC ഒരു വലിയ പ്രശ്നമുണ്ടാകും. മാത്രമല്ല AICCയുമായിട്ട് വി ഡി സതീശന് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തെന്നാൽ AICC മുൻപെങ്ങുമില്ലാത്ത വിധം കേരളത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. AICCയുടെ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി കേരളത്തിൽ തന്നെയാണ് മിക്കവാറും. നമ്മൾ പണ്ടങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ മുകുൾ വാസ്നിക്ക് കേരളത്തിന് ചുമതല ഉണ്ടായിരുന്നയാളല്ലേ? നേരത്തെ ഗുലാം നബി ആസാദ് കേരളത്തിന് ചുമതല ഉണ്ടായിരുന്നില്ലേ? അഹമ്മദ് പട്ടേൽ കേരളത്തിന് ചുമതല ഉണ്ടായിരുന്നില്ലേ? ഇവരൊക്കെ എല്ലാ സമയങ്ങളിലും KPCCയിൽ വന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുത്ത് ഇതേപോലെ അഭിപ്രായ പ്രകടനം നടത്തി കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. അവർ വന്ന് പറഞ്ഞു പോകും. അവരൊന്ന് പറഞ്ഞാലോ, പറഞ്ഞതാ. ഗുലാം നബി ആസാദോ അഹമ്മദ് പട്ടേലോ ഒരു വാചകം പറഞ്ഞാൽ അത് പറഞ്ഞതായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ദീപദാസ് മുൻഷിക്ക് ആ നേതൃത്വം എടുക്കാൻ കഴിയുന്നില്ല. അതിൽ വി ഡി സതീശനുള്ളൊരു വിയോജിപ്പ്, ഇതേ നേരിട്ട് AICC കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഒരു വിയോജിപ്പ് വി ഡി സതീശന് ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഈ ആറ്റിറ്റ്യൂഡ് ഒരു പ്രശ്നമാണ്, സ്ട്രാറ്റജി ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ഘടകവുമാണ്. ഇത് വി ഡി സതീശൻ മാറ്റാത്തിടത്തോളം കാലം ഇനി എത്ര ശില്പശാല വെച്ചാലും കോൺഗ്രസിലെ ഐക്യമുണ്ടാവാൻ പോകുന്നില്ല. ഇതിനോടൊപ്പമാണ് സ്ഥാനമോഹികൾ എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കേരളത്തിൽ അടുത്ത തവണ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ ധാർമ്മികമായ രാഷ്ട്രീയ അവകാശവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നിർവഹിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഒട്ടേറെ വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. പലതും പച്ചപിടിക്കാതെ പോയി എങ്കിൽ പോലും അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് ഗൗരവമായി. പക്ഷേ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അധികാരം പങ്കിടുക എന്ന ഫോർമുലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില നേതാക്കളെങ്കിലും പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ടേം കൊടുക്കണം, അതിനുശേഷം വി ഡി സതീശന് ഒരു ടേം എന്ന ഫോർമുലയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ എത്തിയേക്കാം. വരുന്ന 2 മാസങ്ങൾ വളരെ നിർണായകമാണ്. ആ 2 മാസങ്ങൾക്കുള്ളിൽ നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഭിന്നതകൾ പല തട്ടിലുള്ള നേതൃത്വ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ളത്, തിരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല തട്ടുകളിലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് 2026 ഒരു വാട്ടർലൂ ആയിരിക്കും. സ്റ്റിൽ ഞാൻ പറയുന്നു 40 മണ്ഡലങ്ങളിൽ കേരളത്തിൽ LDF ഇപ്പോഴും ഉറച്ച കോട്ടയാണ്. ഫ്രം സോഴ്സസ് ആധികാരികമായി തന്നെ ഞാൻ പറയുന്നു 40 സീറ്റുകൾ LDFിൻ്റെ ഉറച്ച മണ്ഡലങ്ങളാണ്. അവിടെ മാറ്റമേ ഉണ്ടാവാൻ പോകുന്നില്ല. ബാക്കിയുള്ള 100 മണ്ഡലങ്ങളെയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. ആ മണ്ഡലങ്ങളിലേക്ക് വ്യക്തമായ സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ വേണം കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ. നിലവിലുള്ള തർക്കങ്ങളിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് എൻ്റെ ടേക്ക്. പരസ്പരം തമ്മിലിടിക്കുന്ന യാദവ കുലം പോലെ കോൺഗ്രസ് ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Meet the editors.